സിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിലായി വന്നു നിന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ കാറിൽ നിന്നിറങ്ങി മൂരി നിവർന്ന് മുന്നോട്ട് നോക്കവേ കേൾക്കാം ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശബ്ദ കോലാഹങ്ങൾ. ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ ഐസിയുടെ മുന്നിലായി നടന്നു നീങ്ങിയത് കാണാം. ഭിത്തിയോട് ചാരിയിരുന്ന് കണ്ണുനീർ വാർക്കുന്ന ഹരിയെ. ഹരിയുടെ അടുത്തായി എത്തിയതും അവന്റെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് ജയ് വിളിക്കവേ ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ തോളിലായി ചാരിയിരുന്നു അവൻ. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ ജയ് ഒന്ന് വേച്ചു പോയെങ്കിലും അവന്റെ കരങ്ങൾ ഹരിയിൽ പൊതിഞ്ഞിരുന്നു. ആ നിമിഷം ഹരിക്കതൊരു ആശ്വാസമായി മാറിയിരുന്നു. അവനൊന്ന് ഓക്കെ ആയതും ഹരി, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഹരി വിറയാർന്ന സ്വരത്തോടെ പറയവേ ജയ് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവന്റെ ഒപ്പമായി ഇരുന്നിരുന്നു. പിന്നെ നിമിഷങ്ങൾ കടന്നുപോയി. ഐസിയുന്റെ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഹരി മാധവൻ. ഡോക്ടർ ജോൺ സക്രിയയുടെ വിളിയിൽ ഹരിയുടെ കണ്ണുകൾ ഒരു നിമിഷം ആ ഭാഗത്തേക്ക് പോയി. മാധവന് ബോധം വന്നിട്ടുണ്ട്. ഹരിയെ കാണണമെന്ന് പറയുന്നു. അതിന് അവൻ തലയാട്ടുക മാത്രം ചെയ്തു. ഹരി, ഒരു നിമിഷം എന്റെ റൂമിലേക്ക് വരണം, അതിനുശേഷം കയറി കണ്ടോളൂ. ഡോക്ടർ എന്തെങ്കിലും? ഹരി ആവലാതിയോട് ചോദിക്കവേ പറയാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങവേ പിന്നിലുള്ള ആളെ കണ്ട് ഒരു നിമിഷം അദ്ദേഹം ഒന്ന് നിന്നുപോയി. ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ആഞ്ജനേ. ഡോക്ടർ നെറ്റി ഒളിച്ചു ചോദിക്കവേ അവന്റെ ചുണ്ടോരം ഒരു നേർത്ത പുഞ്ചിരി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. സാർ നിങ്ങൾ? അദ്ദേഹത്തിന്റെ അമ്പരപ്പ് മാറി ജോൺ ചോദിക്കവേ മാധവൻ എന്റെ വൈഫിന്റെ അച്ഛനായി വരും. ജയ് അയാളുടെ മുഖത്തെ ഭാവത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പറയവേ അയാളുടെ മുഖത്ത് ഞെട്ടൽ ഉളവാക്കി. ഡോക്ടർ എന്നാ നമുക്ക് അങ്ങോട്ട്. ജയ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. 2 പേര് വരൂ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നിലായി നടന്നു. കൂടെ വരൂ. അഗ്നി തന്റെ പേഴ്സണൽ റൂമിൽ ഇരിക്കുകയാണ്. ദിയ പറഞ്ഞ വാക്കുകൾ അവനിൽ അലയടിച്ചു. ഉള്ളിൽ അവൾ അകന്നു പോകണമെന്നാണെങ്കിലും അവളില്ലായ്മയിൽ താൻ തീർത്തും ഒറ്റപ്പെടുകയാണ്. അവളുടെ ഫോൺ കോളുകൾ ആസ്വദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതുപോലുമില്ലെന്നോർക്കവേ അവനിൽ നിരാശ പടർന്നിരുന്നു. അവളുടെ ചിത്രങ്ങളിലൂടെ അവന്റെ വിരലുകൾ ഓടി നടന്നു. യദു ആരുവിന്റെ റൂമിലായിരുന്നു. ചെക്കൻ ഇപ്പൊ ഏത് നേരവും അവിടെ തന്നെയാണ് ചിലവഴിക്കാറുള്ളത്. ആരുപ്പ കൈയൊക്കെ ചലിപ്പിക്കാറുണ്ട്. അത്യാവശ്യം കുറച്ച് മാത്രം സംസാരിക്കും. യദുവിന്റെ പ്രണയം അവൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു. താനിപ്പോ കളങ്കപ്പെട്ടവളാണെന്നും തനിക്കിനി ഒരു ജീവിതമില്ലെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. യദുവിന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നവണ്ണം അവൻ അവളുടെ അടുത്തായിരുന്നു. ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അവളെ ഒറ്റയ്ക്ക് വിട്ടിരുന്നില്ല അവൻ ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ. അവൾ ഉറങ്ങിയതിന് ശേഷമാണ് അവൻ തിരികെ റൂമിലേക്ക് പോകുന്നത് തന്നെ. അഗ്നി റൂമിൽ നിന്നിറങ്ങിയ ശേഷം നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തെ വിദൂരതയിലേക്ക് നോക്കവേ പുറകിൽ ഒരു കരസ്പർശം അറിഞ്ഞിരുന്നു അഗ്നി. യാദു. തിരിഞ്ഞു നോക്കാതെയുള്ള അവന്റെ സ്വരം കേൾക്കെ യദു ഞെട്ടിപ്പോയിരുന്നു. ഏട്ടൻ എങ്ങനെ? അവന് ചോദിക്കാതിരിക്കാനായില്ല. നിന്നെ മനസ്സിലാക്കാൻ നിന്റെ മുഖം കാണണമെന്നില്ല യാദു. എന്നും എന്റെ നിഴലായി നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അഗ്നിക്കുണ്ടായിട്ടും പലപ്പോഴായി ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. പക്ഷെ നിന്റെ സാമീപ്യം മാത്രമാണ് യദു എന്റെ ഏക സന്തോഷം. അഗ്നി അങ്ങനെയൊക്കെ ആദ്യമായി പറയുകയായിരുന്നു. യദുവിന് ഒരു വേള അത്ഭുതം തോന്നിപ്പോയി. എന്നും ഒരു പ്രാവശ്യമെങ്കിലും ഏട്ടൻ തന്നോട് ദേഷ്യപ്പെടാറുണ്ട്. അറിയാം അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. പക്ഷെ ഇന്ന് ഈ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ശാന്തത മാത്രമാണ്. യാദു. അഗ്നിയുടെ സ്വരം പൊടുന്നൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. അഗ്നി അവന് നേരെ തിരിഞ്ഞു നിന്നു. മുഖത്തെ ശാന്തത മാറി അവിടെ ക്രൂരമായ ഒരു ഭാവം നിറഞ്ഞു നിന്നു. അഗ്നി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ അവനോട് പറയാൻ തുടങ്ങി. എല്ലാം കേട്ട് യദുവിന്റെ മുഖം ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ വലിഞ്ഞു മുറുകിയിരുന്നു. ഏട്ടാ, എനിക്കിപ്പൊ തന്നെ എനിക്ക് കാണണം. എന്റെ പെണ്ണിനെ എന്തിനാണ് വേദനിപ്പിച്ചതെന്ന് അറിയണം എനിക്ക്. യദു ഒരു മുരൾച്ച പോലെ പറഞ്ഞുകൊണ്ട് ഗോഡൌണിലേക്ക് പോകാൻ തിരിഞ്ഞതും യാദു, നിനക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ പറഞ്ഞതാണെന്ന് നിനക്കറിയാലോ. അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി താങ്ങില്ല. ജയം കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട. അടുത്ത തന്നെ ശ്രീജിത്തും ആരോമലും കൊടുങ്ങും എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെയെന്ന് മാത്രം നിനക്ക് തീരുമാനിക്കാം. ചെയ്തിരിക്കും അഗ്നി. പക്ഷെ എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ചാൽ അവനൊന്ന് നിർത്തി. അറിയാലോ. അഗ്നി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് യദു തലകുലുക്കി പോയി. നിനക്ക് ഞാൻ വാക്ക് തരുന്നു യാദു. അവരുടെ കാര്യത്തിൽ അവസാന തീരുമാനം നിന്റെയും നിന്റെ പെണ്ണിന്റെയും ആയിരിക്കും. അത് തന്നെയായിരിക്കും ജയ്യുടെയും രവിയുടെ തീരുമാനം. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശരി ഏട്ടാ. നിരാശയിൽ കലർന്ന പോലെ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. അത് അഗ്നിക്ക് മനസ്സിലായെങ്കിലും അവൻ മറുപടി പറയാൻ നിന്നില്ല.
ഡോക്ടർ ജോണിന്റെ മുറിയിൽ ഇരിക്കുകയാണ് ജയും ഹരിയും. ഇപ്പോൾ പേടിക്കേണ്ട ഒന്നും തന്നെയില്ല, അദ്ദേഹത്തിന് ചെറുതായി ഒന്ന് അറ്റാക്ക് വന്നതാണ്. ഡോക്ടർ ശാന്തമായി പറഞ്ഞു. പേടിക്കേണ്ട ഒന്നും തന്നെയില്ല, പെട്ടെന്ന് കൊണ്ടുവന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല, ഡോക്ടർ കൂട്ടിച്ചേർത്തു. അത് കേട്ടപ്പോഴാണ് ഹരിയുടെ ശ്വാസം നേരെ വീണത്. ജയിലും തണുപ്പ് പടർന്നിരുന്നു. പക്ഷേ ഡോക്ടറുടെ അടുത്ത വാക്കുകൾ അവരെ ഗൗരവത്തിലാക്കി. ഇതിപ്പോ രണ്ടാമത് വന്നതല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കെ ഹരി ആണെന്ന രീതിയിൽ തലയാട്ടിയിരുന്നു. കൂടുതൽ ശ്രദ്ധിക്കണം, ഇവിടുന്ന് എഴുതി തരുന്ന മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എങ്കിലും മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. നല്ല കെയർ ഉണ്ടായിരിക്കണം, ഡോക്ടർ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഇനി കയറി കണ്ടോളൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാധവനെ കാണാൻ ഹരി കയറിയിരുന്നു. വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ ശ്വാസമെടുക്കുന്ന തന്റെ അച്ഛൻ. ഹരിയുടെ ഹൃദയം ഒരു വേള നിലച്ചു പോയതുപോലെ അവന് തോന്നി. അവൻ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. കണ്ണ് തുറന്നു കിടക്കുകയായിരുന്നു മാധവൻ. ഹരിയെ കണ്ടതും അയാളുടെ ചുണ്ടിൽ നേർമയായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കാണെ അവന്റെ സങ്കടം ഇരട്ടിച്ചിരുന്നു. അച്ഛ, അവന്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു. ഹരി, മോനെ, എനിക്ക് നിന്നോട്. സാർ, അദ്ദേഹത്തെ കൊണ്ട് അധികം സ്ട്രെസ് എടുപ്പിക്കരുത്, മിതമായ രീതിയിൽ സംസാരിക്കാൻ പാടുള്ളൂ, സിസ്റ്റർ ഓർമ്മപ്പെടുത്തി. ശരി സിസ്റ്റർ, അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കരം കവർന്നു. മോനെ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അച്ഛന് മനസ്സിലാകുന്നുണ്ട് നിന്നെ. എന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട് മോനെ. അതൊക്കെ സത്യമാണോ എന്ന് നീയെങ്കിലും ഒന്ന് തുറന്നു പറയുവോ? ഇത്രയും നാളും ഒരു വിഡ്ഢിയായാണോ ജീവിച്ചത്? എനിക്ക് എല്ലാം അറിയണം മോനെ, അയാൾ അപേക്ഷ രൂപേണ പറയവേ. ഒന്നുമില്ല അച്ഛ, അച്ഛന് വെറുതെ തോന്നുന്നതാ, അവൻ പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും അയാൾ വിടാൻ ഒരുക്കമായിരുന്നില്ല. അവസാനം അവനെല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഹരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ആ നിമിഷം മാധവന് മറ്റാരേക്കാളും വിശ്വാസമായിരുന്നു തന്റെ മകനെ. അതിനുവേണ്ടി അവന് തെളിവുകൾ നിരത്തേണ്ടി വന്നില്ല. എല്ലാം കേട്ട് നിർവികാരമായി കിടക്കാനേ അയാൾക്ക് ആ നിമിഷം കഴിഞ്ഞുള്ളൂ. അയാൾ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് കരഞ്ഞു പോയിരുന്നു അയാൾ ആ നിമിഷം. ചെയ്തു പോയ തെറ്റുകൾ ഓർക്കെ അയാൾക്ക് അയാളോട് തന്നെ സ്വയം പുച്ഛം തോന്നി. പാറു ഏൽപ്പിച്ചു പോയ തൻ്റെ മകളെ തനിക്ക് സ്നേഹിക്കാനോ അവളെ ചേർത്ത് പിടിക്കാനോ കഴിഞ്ഞില്ല. അച്ഛൻ എന്ന രീതിയിൽ പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു അയാൾ ആ നിമിഷം. ഒരു കാര്യത്തിൽ അയാൾക്ക് ആശ്വാസമുണ്ടായിരുന്നു, പാറു അവളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ടല്ലേ തൻ്റെ മകൾ ഇന്ന് സുരക്ഷിതമായ കൈകളിലുള്ളത്. അയാൾക്ക് അതിൽ ആശ്വാസം തോന്നി. ഇത്രയും നാളും കണ്ടതും കേട്ടതുമെല്ലാം വെറുതെ ആകുന്ന നിമിഷം. സ്വത്തുക്കൾക്ക് വേണ്ടി സ്വന്തം ചോരയിൽ പിറന്നവർ തന്നെ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാളുടെ കണ്ണുകൾ പുകഞ്ഞുപോയി, തൊണ്ട വരളം പോലെ തോന്നിപ്പോയി. സാർ, പുറത്തേക്ക് പോയിക്കോളൂ. സിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം അവൻ പുറത്തേക്ക് ഇറങ്ങി. ജയ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് ഫദ്രയുടെ കോൾ അവനെ തേടിയെത്തുന്നത്. ജയ് ഒരു സംശയത്തോടെ ഹരിയെ നോക്കി. എടുത്തോ, ഇല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നും. പിന്നെ അച്ഛൻ്റെ അവസ്ഥയൊന്നും പറയാൻ നിൽക്കണ്ട, അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. പാവം, അവൾ ഇപ്പൊ തന്നെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഇനി വേണ്ട. ഹരിയുടെ വാക്കുകൾ ജയിലും ശരിവെച്ചു. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു. അവളുടെ കൊഞ്ചലോടെയുള്ള സ്വരം അവന്റെ ശ്വാസഗതി നേരെയാക്കി. എല്ലാം അറിഞ്ഞു കാണുമെന്ന് അവന് നേരിയ ഭയമുണ്ടായിരുന്നു. അവർ കുറച്ചുനേരം സംസാരിച്ചിരുന്നു. മാധവന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് പറഞ്ഞത് ഡോക്ടർ. ജയ്ക്ക് നിൽക്കാൻ കഴിയാത്തതിനാൽ അലക്സിയെ ഹോസ്പിറ്റലാക്കിയതിനു ശേഷമാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത്. പൊന്നു ആദ്യം റൂമിൽ നിന്ന് പോയിരുന്നു. ജയെ നോക്കിയിരുന്നുവെങ്കിലും അവൻ വരാൻ താമസിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്ര കിടന്നിരുന്നു. അവൾ ഉറങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് അവൻ വരുന്നത്. പതിവ് പോലെ അവരുടെ റൂം ലോക്കല്ലായിരുന്നു. ഭദ്രയെ നോക്കുമ്പോൾ പെണ്ണ് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ എപ്പോഴത്തെയും പോലെ ഇടുപ്പ് അവന് മുന്നിൽ അനാവരണമായിരുന്നു. അവൻ അവിടേക്ക് പ്രണയത്തോടൊപ്പം തന്നെ മറ്റെന്തോ വികാരത്തോടെ നോക്കിയിരുന്നു. മുന്നിലുള്ള ക്ലോക്കിലേക്ക് സമയം നോക്കവേ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ ഫ്രഷ് ആവാൻ പോയിരുന്നു. ഫ്രഷായി ഷർട്ട്ലെസ്സായി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നിരുന്നു. തൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളിലേക്ക് വ്യാപിച്ചിരുന്നു. ആ നിമിഷം അവനിലെ തണുപ്പ് അവളിലേക്ക് വ്യാപിച്ചതും കണ്ണ് ചിമ്മി തുറന്ന് അവനെ നോക്കിയിരുന്നു പെണ്ണ്. ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് അവനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. അത് തെല്ലുപോലും കുറയാതെ അങ്ങനെ തന്നെ അവൾ നിറഞ്ഞിരുന്നു. മാധവന്റെ കാര്യം അവളിൽ നിന്ന് മനഃപൂർവ്വം അവൻ മറച്ചു വെച്ചിരുന്നു.
നമുക്ക് ഒരു റൗണ്ട് നോക്കിയാലോ കുഞ്ഞ? പറഞ്ഞവസാനിപ്പിക്കും മുമ്പേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിക്ക് താഴെയായി അമർന്നിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് ഞെട്ടിപ്പോയെങ്കിലും പതിയെ ആ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. അവൻ ആവേശത്തോടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ഉയർന്നു വന്ന് അവളുടെ ചുണ്ടുകളെ അതുപോലെ കവർന്നിരുന്നു. അവൻ്റെ പ്രവൃത്തി ആസ്വദിച്ചുകൊണ്ട് അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നു അവൾ ആ നിമിഷം. എന്നത്തെ പോലെ അന്നും അവരുടെ പ്രണയ നിമിഷങ്ങളും സ്വീകാരങ്ങളുമായി ആ റൂം നിറഞ്ഞു നിന്നിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിൽ കോളേജും വീടുമായി അവർ മുന്നോട്ട് കടന്നു. ബിസിനസിന്റെ ഭാഗമായി ജയ് ദുബായ് വരെ ഒന്ന് പോയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വരൂ. കാര്യങ്ങൾ ഡെവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭദ്രയും പൊന്നുവിനെ ആദ്യയും കോളേജിൽ വിടുന്നത് മുതൽ വിളിച്ചുകൊണ്ട് വരുന്നത് വരെ ഡെവിയായിരുന്നു. കോളേജ് കഴിഞ്ഞ് അവർ മൂന്നുപേരും ഒരുമിച്ചാണ് അവനെ കാത്തു നിൽക്കുന്നത്. അതല്ലെങ്കിൽ ജയിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ജയ് ഇല്ലാത്തതിനാൽ ഭദ്രയ്ക്ക് കോളേജിൽ പോകാൻ തന്നെ മടിയായിരുന്നു. ഇപ്പോൾ അവൻ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞാലും വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിനാൽ അവൾക്ക് പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യം ഭദ്രയെ മാത്രമേ കോളേജിൽ പോയുള്ളൂ. ഡെവിയാണ് അവരെ കോളേജിലാക്കിയത്. പൊന്നു ഇന്ന് ലീവ് ആയതിനാൽ ചെറിയൊരു ഷോപ്പിങ്ങിനായി ഇറങ്ങിയതാണ് ഡെവിയും പൊന്നു. കോളേജ് കഴിഞ്ഞ് അവരെ കാത്തിരിക്കുകയാണ് ഭദ്രയും അതുപോലെ ആദിയും. അവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന 2 ജോഡി കണ്ണുകൾ ഒരു വേള തിളങ്ങിപ്പോയി. ശ്രീഭദ്ര അവന്റെ ചുണ്ടിൽ നിന്നും പുച്ഛത്തോടെ ആ പേര് പുറത്തേക്ക് വരാതെ പല്ലിനാ ഞെരിച്ചു. ഇന്ന് നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ ആരും വരില്ല, ആർക്കും കഴിയുകയുമില്ല.